എല്ലാവർക്കും നമസ്കാരം. ഒന്നുമില്ല, മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. കറക്റ്റായിട്ട് സംസാരിക്കാൻ പോലും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും പറയേണ്ടത് എനിക്ക് പറയണം. ഇത്രയും വർഷം, ഇത്രയും കാലം ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്നെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സ് വേദന ഉണ്ട്. എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ആയിരിക്കുക. കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക ജീവിതത്തിൽ. എനിക്ക് കിട്ടാത്ത ഒരു കുടുംബജീവിതം 41 വയസ്സിൽ എനിക്ക് കിട്ടി. 41 വയസ്സിൽ കിട്ടി. എന്റെ ഭാര്യ കോക്കില നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ എന്തിനാ അത് ഡിസ്റ്റർബ് ചെയ്യുന്നു? എന്തുകൊണ്ടാണ് എല്ലാവരും ഞാൻ പറയില്ല, ആരെ കുറിച്ച് പറയും നിങ്ങൾക്ക് അറിയാം. സത്യമായിട്ട് ഞാനോ എന്റെ കുടുംബമോ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളുകളില്ല. അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. ആദ്യം മനസ്സിലാക്കുക. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വിഷമത്തിൽ ഞാൻ പറയാണ്. ആദ്യം തൊട്ടേ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് മെഡിക്കൽ അറ്റൻഷൻ വേണം, മീഡിയ അറ്റൻഷൻ അല്ല. നമ്മളെല്ലാവരും ചെയ്യുന്ന തെറ്റെന്താണ്? ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ മീഡിയയിലെ ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ടേ? വേണ്ടേ? സ്വന്തം കുടുംബം പോലും നോക്കണില്ല. അതിന്റെ വിഷമം എനിക്കുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതാ, 4 months മുമ്പ് പറഞ്ഞു ഞാൻ ഇനി ഇതെക്കുറിച്ച് ഞാൻ സംസാരിക്കേയില്ലെന്ന്. സംസാരിക്കാൻ ഒരു സിറ്റുവേഷനും വെക്കരുത് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കോടതി പോയത്. അവർ നിർത്തിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളും കോക്കിലാവയും നിങ്ങളുടെ ഫാമിലിയെ ഉപദ്രവിക്കുകയാണ്. ഞാൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല. കടവുൾ സത്യം ഞാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് കാണുന്നവർക്ക് മനസ്സിലാവും. ഞാനും എന്റെ ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരും ജീവിക്കുമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കോക്കിലെങ്കിൽ വാ. ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് പറയാണ്, ദയവേത് ഞങ്ങളുടെ കുടുംബത്തെ വിട്ടേക്കണം. ഉപദ്രവിക്കരുത്. കള്ളങ്ങൾ പറഞ്ഞ് ഉപദ്രവിക്കരുത്. സത്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ഞാനും അത്രയും ചീപ്പായിട്ട് ഒരു ലെവലിൽ എത്തണം. അപ്പൊ എല്ലാ സത്യവും പുറത്തു വരും. അത് വേണ്ട. അത് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കും. പക്ഷെ ഭാവിയിലെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കൊച്ച്, ഞങ്ങളുടെ കുട്ടിന്ന് വരുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഉപദ്രവമായിരിക്കും. ദയവേത് ഞങ്ങളെ പ്ലീസ് എന്നാണ് ചോദിക്കുന്നത്. പ്ലീസ് ഞങ്ങൾ രണ്ടുപേരെയും വിട്ടേക്കുക. വിശ്വസിച്ച് ഈ നാട്ടിലെ, ഈ ഭൂമിയിലെ ഞാൻ കാല് ചവിട്ടിയതാ. എന്നെ ഒരുപാട് പേര് സ്നേഹിച്ചു. ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും കോക്കിലാവ് എവിടെ പോയാലും, കോക്കിലാവ് നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ വരുന്നില്ല, அதை നിർത്തി. ഞാൻ அந்த ചാനലിൽ ഞാൻ നിർത്തി. വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. ഇത് ഞാൻ എന്നും എഴുതി വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഒന്നുമില്ല, എന്റെ മനസ്സിലിരുന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ആളുകളെടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, ബാല കള്ളനല്ല, ഞങ്ങളുടെ കുടുംബം മോശക്കാരനല്ല. ഞങ്ങൾ പണ്ട് തൊട്ടേ സിനിമയിലിരുന്ന് സിനിമയിലെ വന്ന പൈസ കൊണ്ടാണ് ജീവിച്ചത്. ഞങ്ങളുടെ കുടുംബത്തെ വെറുതെ വിടണം. അതിനുവേണ്ടിയാ കോടതി പോയത്. കോടതി ഓർഡർ കിട്ടിയിട്ടും ഞങ്ങളെ ഇത്രയും ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ദയവേത് മീഡിയ, ഇത്രയും കാലം എന്നെക്കുറിച്ച് മോശം പറഞ്ഞ മീഡിയ ഒന്ന് ചിന്തിക്കുക. എന്റെ മനസ്സെന്താണ്? അവർ നന്നായിരിക്കണം. അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറ്റില്ല.
അന്ന് കോക്കിലാവൻ പറഞ്ഞിരുന്നു 10-15 കൊല്ലമായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇത് നടക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിരുന്നു. തീരുമാനിക്കുക കേട്ടോ. താങ്ക് യു.